കേരളത്തിൽ NCP നാല് പാടും ചിതറുകയാണ്. അതെ, ഛിന്ന ഭിന്നമായി മാറുന്ന ഒരവസ്ഥയിലേക്ക്, അതിദയനീയമായ അവസ്ഥയിലേക്ക് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് കേരള ഘടകത്തിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ശരത് പവാറിൻ്റെ ഒപ്പമാണോ അജിത് പവാറിൻ്റെ ഒപ്പമാണോ എന്നൊന്നും ഒരു നിശ്ചയവുമില്ല. വാസ്തവത്തിൽ PC ചാക്കോ തിരികെ കോൺഗ്രസിലേക്ക് എത്താൻ വാതിൽ മുട്ടുകയാണ്. എന്നാൽ കോൺഗ്രസ് ഇതുവരെയും ഒരു തീരുമാനവും എടുത്തിട്ടില്ല. പുകഞ്ഞ കുള്ളി പുറത്ത് എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ച, തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിനുള്ളിൽ കലഹമുണ്ടാക്കി, വിഭാഗീയത ഉണ്ടാക്കി, കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയ ഒരു മനുഷ്യനെ ഇനി തിരികെ കൊണ്ടുവരാൻ അത് അന്തസ്സുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനും ആഗ്രഹിക്കുന്നില്ല എന്ന് അനിൽ അക്കരെ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പറയുന്നുണ്ട്. TN പ്രതാപൻ അടക്കമുള്ള നിരവധി നേതാക്കൾ BJPക്ക് വേണ്ടി വലിയ രീതിയിലുള്ള വാദഗതികൾ ഉയർത്തുന്നുണ്ട്. PC ചാക്കോ BJPയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോമസ് കെ തോമസ് ഉൾപ്പെടെയുള്ളവർ ഒളിയം പെയ്യുകയാണ്. തോമസ് കെ തോമസിന് മന്ത്രിയാകണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അത് നടക്കില്ല എന്ന് ഉറപ്പായി. AK ശശീന്ദ്രന് ഒരു ഓഫർ കൂടി മുഖ്യമന്ത്രി കൊടുക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കാലാവധി കഴിയുന്നത്രയും കാലം മുഖ്യമന്ത്രിയായി തുടരാം, അതിന് നിങ്ങൾ NCP ആകണം എന്നൊന്നും ഞങ്ങൾക്കില്ല, വെറും ഒരു MLA ആയിരുന്നാലും മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ NCPയിൽ 2 MLA മാരാണുള്ളത്. ഏലത്തൂർ MLA ആയിട്ടുള്ള AK ശശീന്ദ്രനാണ് നിലവിൽ NCPയുടെ മന്ത്രി. രണ്ടാമത്തെ MLA എന്നത് തോമസ് കെ തോമസ് എന്ന കുട്ടനാട് MLA ആണ്. തോമസ് ചാണ്ടിയുടെ സഹോദരനായ തോമസ് കെ തോമസ് നേരത്തെ കോഴ വിവാദത്തിൽ പെട്ടിരുന്നു എങ്കിലും അദ്ദേഹം വലിയ തോതിൽ അതിൽ നിന്നും ഊരിയെടുക്കാൻ പല ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ വിവാദങ്ങൾ കെട്ടടങ്ങി എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് അടുത്ത പൊട്ടിത്തെറി. കോവൂർ കുഞ്ഞുമോനെയും ആന്റണി രാജുവിനെയും വില കൊടുത്തെടുക്കാൻ വേണ്ടി 50 കോടി രൂപ വീതം ഇരുവർക്കും നൽകിയെടുക്കാൻ വേണ്ടിയുള്ള തോമസ് കെ തോമസിൻ്റെ നിർണായക കളികൾ നടക്കുന്നു എന്ന റിപ്പോർട്ട് വന്നപ്പോൾ ഞെട്ടിത്തരിച്ചാണ് കേരളം അതിന് സാക്ഷ്യം വഹിച്ചത്. അതേ തോമസ് കെ തോമസിന് മന്ത്രിയാകണം എന്ന ആഗ്രഹം കൃത്യമായി CPMനോട് പറഞ്ഞെങ്കിലും പോയി പടി നോക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ CPMൽ BJPയുമായി ബന്ധപ്പെട്ട ഒരു അന്തർധാര രൂപീകരിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ചില നിലപാടുകളിൽ എങ്ങനെയായിരിക്കും അന്തിമ രൂപം എന്നുള്ളതിൽ സംശയമുണ്ട്. തോമസ് കെ തോമസും AK ശശീന്ദ്രനും വേണ്ടി വന്നാൽ അധികാരം നിലനിർത്താൻ കൃത്യമായി അജിത് പവാർ പക്ഷത്തോട് ഒപ്പം തന്നെ ചേരാൻ യാതൊരു മടിയും കാണിക്കില്ല. കാരണം ഔദ്യോഗിക NCPയുടെ ചിഹ്നവും അധികാരവുമെല്ലാം ഇപ്പോൾ അജിത് പവാറിൻ്റെ കയ്യിലാണ്. അജിത് പവാറിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ, NCPയിൽ ഒരു നിർണായക മാറ്റം തന്നെ നടത്താൻ, സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ട അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാൻ, ഇത്തരത്തിലുള്ള നിർണായക കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്ത് നടക്കുന്നുണ്ട്. എന്നാൽ NCPയുടെ മന്ത്രിസ്ഥാനം തിരികെ വാങ്ങി അതിന് പകരം CPMൻ്റെ ഒരാളെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി കളയാൻ വേണ്ടിയുള്ള നീക്കങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ്. അതുകൂടി സംഭവിച്ചാൽ കേരളത്തിൽ NCP ഒന്നുമല്ലാതാകും എന്നെല്ലാവർക്കും ഉറപ്പുണ്ട്. തോമസ് കെ തോമസിനെ ഏതായാലും കോൺഗ്രസിലേക്ക് ഒരു കാലത്തും എടുക്കില്ല. കാരണം അത്രയേറെ നിരവധിയായ കേസുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ കളങ്കപ്പെടാവുന്നതിൻ്റെ പരമാവധിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് കോൺഗ്രസും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് AK ശശീന്ദ്രൻ ഇടതുപക്ഷവുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പല കളികളും കളിക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനം പോയാലും വേണ്ടില്ല, തിരിച്ചേലത്തൂരിൽ നടുനിവർന്ന് ചെല്ലണമെങ്കിൽ കോൺഗ്രസിലേക്ക് തന്നെ എന്ന സൂചന കൂടി അതിൽ വ്യക്തമാണ്.